പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൈതപ്പുറം എന്ന സ്ഥലത്താണ്. നമ്മൾ ഇവിടെ ഒരു 2.5 ഏക്കറിൽ റബ്ബർ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ട പണികളെല്ലാം പൂർത്തിയായി. ഇനി നമ്മൾ റബ്ബർ നടുന്ന ഇതിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ആദ്യ ഘട്ടം എങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഒന്നുകൂടി ഞാൻ വേണേൽ പറയാം. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ചുറ്റും റബ്ബർ മരങ്ങളാണ് ഫുള്ള്. ഈ 2.5 ഏക്കറിന് ചുറ്റും റബ്ബറാണ്. ഇതിൽ റബ്ബർ തന്നെയായിരുന്നു. ഒരു 5-8 വർഷത്തിന് മുമ്പ് ഇതിൽ റബ്ബർ മുറിച്ച് കൊടുത്തു. അതിനുശേഷം ഒന്നും കിടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞ സ്ഥലത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കർണാരേട്ടൻ. പണിയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. താമസിക്കുന്നത് നോക്കറിയാം. മുഴുവൻ ഇതെല്ലാം പറിച്ചിട്ട് കുറ്റികളും ഒരു കുറ്റികളൊക്കെ ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് പണിയെടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ അത് മിഷൻ വാളും വയക്ക് മെഷീനൊക്കെ ഉപയോഗിച്ച് എല്ലാം വയക്കി ക്ലിയറാക്കി. അത് വലിയ പണിയായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കത്തിക്കാനുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. ചുറ്റും റബ്ബറാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. എവിടെയെങ്കിലും ഒരു തീപ്പുര കയറിപ്പോയി കഴിഞ്ഞാൽ ഇത് ഏക്കർ കണക്കിന് റബ്ബർ അങ്ങോട്ട് കിടക്കുന്നത്, ഒന്നും ബാക്കി ഉണ്ടാകുകയില്ല. ഇത് റബ്ബറുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് തീ കത്തിച്ച് വൃത്തിയാക്കണം. കാരണം ഇത് തീ കത്തിച്ച് വൃത്തിയാക്കാണ്ട് ഒരിക്കലും ഇതിനകത്ത് റബ്ബർ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീ കത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു തീപ്പൊരി കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയറിയാം, പടിഞ്ഞാറ് നിങ്ങളുടെ ചെരിവാണ്, കുന്നും പ്രദേശമാണ്. ചെറിയൊരു കാറ്റടി വന്നാൽ പോലും ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ എല്ലാം കത്തി ചാമ്പലാവും. അപ്പം ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ വീതിയിൽ ചുറ്റും ബോർഡർ തീർത്തു. JCB ഉപയോഗിച്ച് കംപ്ലീറ്റ് കച്ചറയെല്ലാം അങ്ങോട്ടും ഇവിടെ മാറ്റി ആക്കി. അതിന് ശേഷം ഞങ്ങൾ ഇത് 3 പോർഷനാക്കി. ഇടയ്ക്കൂടെ 2 പോർഷൻ കൂടെ ഞങ്ങൾ തിരിച്ചു. എന്നിട്ടാണ് തീ കത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. അതും ആദ്യം വെല്ലുവിളിയായിരുന്നു. തീ കത്തിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തീ കത്തിയല്ല. കാരണം ഇത് ഇഞ്ചമുള്ളും മറ്റേ കാരമുള്ളും നിറഞ്ഞൊരു ഭൂമിയായിരുന്നു. അപ്പോൾ അതിനകത്ത് അടിക്കാടില്ല. ഇത് കമ്പും കോലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം തീ കത്തിയല്ല. ഞങ്ങൾ പെട്രോളും ഡീസലോട് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് ഞങ്ങൾ കുറേയൊക്കെ ആദ്യം കത്തിച്ചു. ഒരു പരിധിയെ കത്തിയ ശേഷം എന്തായാലും കത്തി പോകുന്നില്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കത്തുന്നില്ല. വീണ്ടും ഞങ്ങൾ JCB ഉപയോഗിച്ച് ഒരു 4-5 സ്ഥലത്തേക്ക് വീണ്ടും ഇതെല്ലാം കൂട്ടി ഇട്ട് വീണ്ടും പെട്രോളും ഡീസലും ഉപയോഗിച്ച് കത്തിച്ച് ഞങ്ങൾ ഭൂമി ക്ലിയറാക്കി. അതിന് ശേഷം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു 5-8 വർഷം ഒരു ഭൂമി ഒന്നും ചെയ്യാതെ കിടന്നപ്പോൾ അതിനകത്ത് മരങ്ങളൊക്കെ വളർന്ന് വലിയ കുറ്റികളായിരുന്നു. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു റബ്ബർ വെച്ച് കഴിഞ്ഞാൽ ആ റബ്ബറിനെ വളർച്ചയെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇത് കട്ട് ചെയ്ത് നമ്മൾ റബ്ബർ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ റബ്ബറിനേക്കാളും വേഗത്തിലും ആ പഴയ നിന്ന് കുറ്റികളൊക്കെ വളർന്നു വരും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ഇതിൻ്റെ മുഴുവൻ ഭൂമി കിളച്ച് എല്ലാം വേരുകളൊക്കെ കുറ്റികളൊക്കെ മേലെയാക്കി. അതിന് ശേഷമാണ് ഞങ്ങൾ JCB ഉപയോഗിച്ച് ഫ്ലാറ്റ് ഓവർ എടുത്ത് ആദ്യം റോഡ് പോലെ ആക്കി അങ്ങ് പോയി. അതിനുശേഷം രണ്ടാമത് വന്നിട്ട് കുഴികളെടുത്ത് അകത്ത് കൃത്യമായ കുഴിയെടുത്ത് കുഴിയെടുത്ത് വെച്ചു. നമുക്കറിയാം, എല്ലാം കുറ്റിയടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അത്രയും ക്ലിയറായിട്ട് നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് നല്ലതാണ്, റബ്ബർ വെക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റബ്ബർ വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പം RRI 105 ഇനത്തിൽപ്പെട്ട റബ്ബറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം വെക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി തുടർന്ന് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ റബ്ബർ വെക്കുന്നത് കാണിക്കാൻ പോവുകയാണ്.
പലരും ഇത് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് റബ്ബർ തൈ വെക്കുന്നത്, ഇത് മുറിക്കണോ, എങ്ങനെയൊക്കെയാണ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇത് മുറിക്കൊന്നും വേണ്ട, ഇത് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കപ്പ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, കുഴിയെടുത്തു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില ആൾക്കാർ ഈ കുഴിയൊക്കെ എടുത്ത് നല്ല ലൂസ് മണ്ണല്ല കപ്പ് അമർത്തും, അല്ലെങ്കിൽ കമ്പ് കുത്തിയിട്ട് ആട്ടിയിട്ടൊക്കെ നമ്മൾ കുഴിയൊക്കെ ആക്കാറുണ്ട് ചില ആൾക്കാർക്ക്. ആ തൈക്ക് വളർച്ച കിട്ടത്തില്ല. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സാധാരണ തൈ വെക്കാൻ വേണ്ടി കുഴിയെടുത്തു. ആ കുഴിക്ക് ആദ്യം കാലിക്കപ്പില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ കപ്പ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നമ്മുടെ ചുവട്ടിലേക്ക് കുറച്ച് വളമിട്ടു. ഇത് മീലാണ്, സെറാമീൽ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെറാമീലിനെ കൂടാതെ നമ്മൾ തയ്യാറാക്കിയ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട്. ചിലർക്ക് ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മളിത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. കണ്ടോ, ഇത്ര മതി വളം. നമ്മൾ എൻ്റെ കൈ കൊണ്ട് ഉറപ്പിക്കണം, ചവിട്ടി ഉറപ്പിക്കുന്ന വേണ്ട, കൈ കൊണ്ട് ഉറപ്പിച്ചത്. അതിന് ശേഷം നമ്മൾ ഈ കപ്പ് എടുക്കുന്ന ശ്രദ്ധിച്ചോണം. ഒരിക്കലും നേരെ പിടിച്ചിങ്ങനെ പൊക്കരുത്, അതിൻ്റെ മണ്ണ് അടുത്താടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കുക, തിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ല കറക്റ്റ് തൈ വെക്കേണ്ട കുഴിയായി, നല്ല ഒരു തൈ വെക്കാനുള്ള കുഴി വലുപ്പത്തിലായി. അതിന് ശേഷം നമ്മൾ ചെയ്യണമെങ്കിൽ തൂമ്പാക്കയുടെ മൂലം 2 മുട്ടി ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ് ഇളകി കിട്ടി ആ തൈ ഇങ്ങ് എടുക്കുക. എടുക്കണ്ട, മുഴുവൻ വേരുകളാണ്. ഇതാണ് ഈ തൈയുടെ റൂട്ട് ട്രെയിനർ കപ്പ് തൈയുടെ പ്രത്യേകത, മുഴുവൻ വേരാ. ഇത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കുറച്ച് ചെറുതായിരിക്കും, പിന്നത്തെ സ്റ്റെപ്പ് മുതൽ വളരെ വേഗത്തിനുള്ള വളർച്ചയോടെ കയറും. ഉണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തൈ വെച്ച് നല്ല തൈ ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ റബ്ബർ വെക്കുന്നത്. ഒരിക്കലും നമ്മൾ കുറച്ചും കൂടെ എളുപ്പമായിക്കോട്ടെ വിചാരിച്ചിട്ട് കമ്പ് കുത്തിയിട്ടോ അല്ലെങ്കിൽ ഈ കപ്പ് തന്നെ ഉപയോഗിച്ചോ കുഴിയെടുക്കാൻ പാടില്ല. തൂമ്പയ്ക്ക് കുഴിയെടുത്തുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. വളരെ ഈസിയായ ഒരു പ്രക്രിയയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പെണ്ണുങ്ങളൊക്കെയാണ് തൈ വെക്കുന്നത്, വളരെ വേഗത്തിൽ വെക്കാൻ പറ്റും. കൂടത്തൈ വെക്കുന്നേക്കാളൊക്കെ വളരെ വേഗത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ റൂട്ട് ട്രെയിനർ കപ്പ് തൈ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് ഒരിക്കലും കപ്പ് തൈ വെക്കുമ്പം നമ്മൾ കപ്പ് കീറിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കപ്പ് കൊണ്ട് കുഴി കുത്താൻ പാടില്ല, കമ്പ് കൊണ്ട് കുഴി കുത്താൻ പാടില്ല. തൂമ്പയ്ക്ക് തന്നെ കുഴിയെടുത്ത് അതിനകത്തേക്ക് കപ്പ് അല്ലെങ്കിൽ ഇറക്കി വെച്ച് അതിന് ചുറ്റും വളമൊക്കെ ഇട്ട് കൈകൊണ്ട് ഉറപ്പിച്ച് ഒന്ന് തിരിച്ച് മാത്രമേ ഊരാൻ പാടുള്ളൂ. ഊരിയെടുത്ത് തൂമ്പയുടെ കൈയുടെ മുകളിലോ അല്ലെങ്കിൽ എന്തിൻ്റെ മുകളിലോ ഉറപ്പുള്ളിന് മുട്ടിക്കഴിഞ്ഞാൽ അത് ഇളകി കിട്ടും. എന്നിട്ട് അത് വെച്ച് എടുത്ത് ക്ലിയറാക്കുക. ഇതാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ 525 തൈയുണ്ട് നമ്മളിവിടെ വെക്കുന്നത്. 525 തൈയാണ് ഇവിടെ വെക്കുന്നത്. ഇത് ഫുള്ള് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. സമയമില്ല എങ്കിൽ തന്നെ അദ്ദേഹം നമ്മൾ റബ്ബർ ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഏർപ്പാട് ചെയ്ത് പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഇവിടെ സന്നദ്ധനായതും വരാനൊക്കെ ഇടയായതും. അപ്പം നമ്മളെ കസ്റ്റമർ ആണെങ്കിലും നല്ല ഡീലിങ്ങും എല്ലാ കാര്യങ്ങളും നല്ല സഹകരണമുള്ള ഒരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ തന്നെ എല്ലാം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, നിങ്ങളത് വെച്ച് എല്ലാം ക്ലിയറാക്കി തന്നാൽ മതി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പുള്ളി നമ്മളെ സംഭവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇന്ന് നാളെയായിട്ട് ഇത് മുഴുവൻ വെച്ച് നമ്മൾ ക്ലിയറാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ റബ്ബർ നടിയിലെ രീതി ഇങ്ങനെയൊക്കെയാണ്. അതിനെപ്പറ്റി നമ്മൾ കാണിച്ചു തന്നു. വളപ്രയോഗം, വളം എങ്ങനെ ഇടണം, അതിനെപ്പറ്റി കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.